ഇന്നലത്തെ CPI നേതാക്കൾ അല്ലെങ്കിൽ ആന്തരിക്കാരൊക്കെ പറയുന്നത് ഞങ്ങൾ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ രേഖപ്പെടുത്തി. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ക്യാബിനറ്റ് ഡിസിഷനാണ്, ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ല, ഇതൊരു പോളിസി മാറ്ററാണ്. ആ പോളിസി മാറ്റർ സാധാരണ UDF ആണെങ്കിലും LDF ആണെങ്കിലും തീരുമാനിക്കുന്നത് അവരാണ്. തീരുമാനിച്ചിട്ടാണ് LDF തീരുമാനിച്ചിട്ടാണ് അതിനകത്തേക്ക് വരേണ്ടത്. പാർട്ടിയൊന്നും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. കാരണം പിണറായി വിജയൻ പറയുന്നതാണ് പാർട്ടിയിൽ നടക്കുന്നത്. പക്ഷേ LDF തീരുമാനിക്കാത്തൊരു വിഷയം മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയതാണല്ലോ തെറ്റ്. അവ LDFിൽ പോലും ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ നടക്കാനുള്ള എക്സൈസ് മന്ത്രി ആദ്യം അദ്ദേഹം ഇടതുമുന്നണിയിലെ കക്ഷികളെ ബോധ്യപ്പെടുത്തട്ടെ. അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ലല്ലോ. അവരതിന് കീഴടങ്ങി. മുഖ്യമന്ത്രിയുടെ ഇതിന് കീഴടങ്ങി അവരുടെ ആസ്ഥാനത്ത് കൊണ്ടുപോയിട്ടാണ് വെച്ചിട്ട് അവരുടെ തീരുമാനത്തിനെതിരായ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്. സാധാരണ AKG സെൻറ്ററിൽ വെച്ചിട്ടാണ് CPIക്കാർക്ക് പണി കൊടുക്കാറുള്ളത്. ഇപ്പോൾ MN സ്മാരകത്തിൽ പോയിട്ടാണ് അവർക്ക് പണി കൊടുത്തിട്ട് വന്നത് മുഖ്യമന്ത്രി. ആ തീരുമാനം ഒരു കാരണവശാലും നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവരെല്ലാം കൂടി തീരുമാനിച്ചതാണല്ലോ കേരളയിൽ. നടന്നില്ലല്ലോ. ഇത് നടപ്പാക്കാൻ സമ്മതിക്കില്ല. അല്ല, ഞാൻ തയ്യാറാണല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നെ സംവാദത്തിൽ വെല്ലുവിളിച്ചാൽ ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഞാൻ തയ്യാറാണ്. സ്ഥലവും തീയതിയും ഗവൺമെന്റ് തീരുമാനിച്ചത്. ഞാൻ ആരെയും വെല്ലുവിളിക്കാറില്ല സംവാദം. ഞാൻ ഇന്ന് വരെ ഒരാളെയും സംവാദത്തിന് ഞാൻ വെല്ലുവിളിക്കാറില്ല. ഇന്നുവരെ വെല്ലുവിളിച്ചിട്ടില്ല. പണ്ടും തോമസ് ഐസക്ക് ഞങ്ങളെയാണ് വെല്ലുവിളിച്ചത്. ഞങ്ങളല്ല വെല്ലുവിളിച്ചത്. അപ്പോൾ ഇപ്പോൾ വെല്ലുവിളിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്നുള്ള നിലയിൽ സംവാദം നടത്തി എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും റെഡിയാണ്. അല്ല, മുഖ്യമന്ത്രിയായിട്ടാവാം.